ഹലോ ഗൈസ്, വെൽക്കം ടു 10 മിറാക്കിൾ ലാബ്. നമുക്ക് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ട് തരത്തിലുള്ള സിസ്റ്റമാണ് മാർക്കറ്റിലുള്ളത്. അതായത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം, അതാണ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് സിസ്റ്റം. ഒന്ന് എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റം, രണ്ടാമതുള്ളത് ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റം. വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. ആ പണം നമുക്ക് കുറച്ച് നാളുകളേക്ക് ആവശ്യമില്ല. അത് നമ്മൾ സേവിങ്സായി നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനോ അല്ലെങ്കിൽ മക്കളുടെ ചിലവിനോ ഇപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മൾ ബാങ്കിൽ FD ഇടുന്ന പണം, ആ പണം ഉപയോഗിച്ച് അത് ഇരട്ടിപ്പിക്കുക, അത് മൾട്ടി ബാഗർ സ്റ്റോക്കിലിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് പണം കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സിസ്റ്റമാണ്. അതാണ് മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വാല്യൂ ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഒരുപാട് രീതികളുണ്ട്. അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഒരു ബിസിനസ് നടത്തുന്ന പോലെ, ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ തുടങ്ങാൻ ക്യാഷ് വേണം. ആ ക്യാഷ് വെച്ച് ഹോട്ടലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാസം നമ്മൾ ഇൻകം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഹോട്ടലിൽ തുടങ്ങിയ പണം ഇരട്ടിയാക്കണമെന്നുള്ള ഒരു ലക്ഷ്യമില്ല. നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത്, ആ ക്യാപിറ്റൽ വെച്ച് നമുക്ക് ഒരു മാസം ചിലവ് കഴിച്ചു പോകാനുള്ള പണം ഉണ്ടാക്കുകയാണ് ഈ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അധികം പണം കിട്ടിയാൽ അത് നേരെ വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റത്തിലേക്ക്. ഇവിടെ നമുക്ക് അധികം പണം കിട്ടിക്കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ രണ്ട് സിസ്റ്റവും ഇൻ്റർ കണക്റ്റഡ് ആണ്. വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാറ് കുറവാണ്. ഉപയോഗിക്കുന്നവരും ഉണ്ടാകാം. ചില കൈൻഡ് ഓഫ് പീപ്പിൾ വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർ വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. കാരണം അവർക്കറിയാം ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റം ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇനി മാർക്കറ്റിലുള്ള ഓരോ ടൈപ്പ് പേഴ്സൺസിനെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ടൈപ്പ് പേഴ്സൺസ് സ്കാൽപ്പേഴ്സ് ആണ്. ഇതിലാണ് ഞാൻ ഉൾപ്പെടുന്നത്. അതായത് 1 to 5 മിനിറ്റ്, 10 മിനിറ്റ്, ഈ റേഞ്ചിൽ ചെറിയ ചെറിയ തുക സ്കാൽപ്പ് ചെയ്യുക. അതായത് 2 രൂപ മൂവ്മെൻറ്റ്, 1 രൂപ മൂവ്മെൻറ്റ്, 5 രൂപ, 10 രൂപ മൂവ്മെൻറ്റ് സ്കാൽപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നും, ഇങ്ങനെ 5 രൂപ 2 രൂപ സ്കാൽപ്പ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ലാഭമല്ലേ ഉണ്ടാവുകയുള്ളൂ, 100 രൂപ എടുക്കുന്നത്ര ലാഭം ഉണ്ടാകില്ല എന്ന് വിചാരിക്കും. 10 രൂപ ഇതുപോലെ 10 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 100 രൂപ ആകുമെന്നുള്ളതാണ്. ഒരു ദിവസം 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് 100 രൂപയാകും. കാരണം ഒരു ട്രേഡിൽ 100 രൂപ എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 20 ദിവസം ഉണ്ടെങ്കിൽ 2-3 തവണ മാത്രമേ നമുക്ക് ആ ചാൻസ് കിട്ടുകയുള്ളൂ. എന്നും 100 രൂപ മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ എന്നും 2 രൂപ മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് നമുക്ക് എപ്പോഴും കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരു ദിവസം 10 തവണ അല്ലെങ്കിൽ 100 തവണ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അങ്ങനെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കില്ല് വേണം, മെൻ്റലി സ്ട്രോങ് ആവുകയും വേണം. നമ്മളിനുള്ള ഡേ ട്രേഡേഴ്സ്, സ്കാൽപ്പേഴ്സ് ചെയ്യുന്ന അതേപോലെ തന്നെ ബൈ ടുഡേ സെൽ ടുഡേ, ഇന്ന് തന്നെ വാങ്ങും ഇന്ന് തന്നെ വിൽക്കും. പക്ഷെ അവർക്ക് ഒരു ദിവസം മൊത്തം ടൈമുണ്ട്. സ്കാൽപ്പേഴ്സിനും ഒരു ദിവസം മൊത്തം ടൈമുണ്ട്. ഡേ ട്രേഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ 2 രൂപ 3 രൂപ മൂവ്മെൻ്റ് അല്ലാതെ കുറച്ചും കൂടി നല്ല മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. സ്കാൽപ്പേഴ്സും ഡേ ട്രേഡേഴ്സും ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. നേരത്തെ പറഞ്ഞ ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്തതുള്ളത് സ്വിംഗ് ട്രേഡേഴ്സും പൊസിഷണൽ ട്രേഡേഴ്സുമാണ്. സ്വിംഗ് ട്രേഡേഴ്സിനെ നമുക്ക് ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൽ പെടുത്താം, പൊസിഷണൽ ട്രേഡേഴ്സിനെ നമുക്ക് ഇൻകം ജനറേറ്റിംഗ് സിസ്റ്റത്തിൽ പെടുത്താം. അതുപോലെ തന്നെ ഇവിടെയും പെടുത്താൻ പറ്റും.
ഇവിടെയും പെടുത്താൻ പറ്റും. ഇത് വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് 3 months to 12 months, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് 1 year ആൻഡ് മോർ. സ്വിംഗ് ട്രേഡേഴ്സ് എന്താണ് ചെയ്യുക? 1 മുതൽ 5 ദിവസം വരെ, ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 1 മുതൽ 7 ദിവസം വരെയുള്ള കാലയളവിൽ അവർ അവരുടെ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നു. പൊസിഷണൽ ട്രേഡേഴ്സ് 1 മുതൽ 12 വീക്ക്, അതായത് 3 മാസം വരെ പൊസിഷണൽ ട്രേഡ് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ട, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നവരും റിസ്ക് കുറയുകയും പണം കൂടുകയും ചെയ്യും. പക്ഷേ റിസ്ക് കുറയുകയും പണം കൂടുകയും എന്ന് പറയുന്ന ഒരു കോമൺ ബുക്കിലുള്ളൊരു നോളജാണ്, എല്ലാവരും കോമൺ ആയി പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഏതൊരു സിസ്റ്റം ഉപയോഗിക്കുന്നവരും അവരതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ, ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരുടെ മേഖലയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ റിസ്ക് വളരെ കുറവായിരിക്കും. സ്കാൽപ്പേഴ്സ് അവരെ സിസ്റ്റത്തിൽ നല്ല സ്ട്രോങ്, നല്ല അറിവും നല്ല എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർ ഈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നവരായിരിക്കും. ഈ ഓരോ സിസ്റ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സിസ്റ്റം ഉപയോഗിക്കുന്നവരാണ്. ആ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് അറിവും കഴിവും എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ എല്ലാം കണക്കാണ്. ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുവരെ പറഞ്ഞത് ഒരു ബ്രോഡറായ ഒരു അറിവുണ്ടാകാൻ വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 2 തരം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒന്ന് ട്രെൻഡ് ഫോളോയിങ്ങും, 2 ട്രെൻഡ് പ്രഡിക്ഷൻ ചെയ്യുന്നവരും. ട്രെൻഡ് ഫോളോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോക്ക് സൈഡ് വൈസ് ട്രെൻഡിലായിരുന്നു, അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇത്രേ എത്തിയിട്ടുള്ളൂ. ഇവിടെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെനിയും മൂവ് ചെയ്യും. വലിയ പ്ലെയേഴ്സ് വന്ന് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ലാഭം എടുക്കുന്ന സ്ഥലം ഈ ട്രെൻഡ് ഫോളോയിങ് ചെയ്യുന്നവർക്ക് അറിയാം. ലാഭം എവിടെയാണ് എടുക്കുന്നത് എന്നറിയാം, പക്ഷെ എവിടെയാണ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. രണ്ടാമതുള്ള ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒന്നെങ്കിൽ മുകളിലേക്ക് പോകാം, ഇല്ലെങ്കിൽ താഴേക്ക് വരാം. ഇവിടെയുള്ള സമയത്ത് തന്നെ ഇത് മുകളിലേക്ക് പോകുമോ താഴേക്ക് വരുമോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് ട്രെൻഡ് പ്രഡിക്ഷൻ ചെയ്യുന്ന പീപ്പിൾസ്. ഇതിലേതായിരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം? ട്രെൻഡ് പ്രഡിക്ഷനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. ട്രെൻഡ് ഫോളോയിങ് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം നമുക്കറിയാം എങ്ങോട്ടാണ് ട്രെൻഡ്. അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നറിയാം. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. ഈ ട്രെൻഡ് ഫോളോയിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, ട്രെൻഡ് ഫോളോയിങ് മെത്തേഡ് ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്, വെൽത്ത് ക്രിയേറ്റിംഗ് സിസ്റ്റമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അതിനെ നമുക്ക് 10 മിറാക്കിൾ ലാബ് വെൽത്ത് ക്രിയേറ്റിംഗ് മെഷീൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാൻ, ഞാനിത് വെറുതെ ഇട്ടതാണ്. ഇങ്ങനെ ഒരു പേര് ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്ന് നോക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇത് ഉപയോഗിച്ച് നമുക്ക് 20% റിട്ടേൺ എല്ലാ വർഷവും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ് മെത്തേഡാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വീക്ക്ലി ചാർട്ടാണ്, പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ എത്ര ഫാസ്റ്റിൽ മൂവ് ചെയ്യുമെന്നറിയാൻ RSI ഉപയോഗിക്കുന്നുണ്ട്. RSI ഉപയോഗിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയാൻ സാധ്യതയുണ്ട്. ഇൻഡിക്കേറ്ററല്ല ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റർ എത്രത്തോളം ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നോ, ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ എത്രത്തോളം ലോങ് ടൈമിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നോ, ഇൻഡിക്കേറ്റേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്നറിയില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. ഒരു പണമുണ്ടാക്കുന്ന സിസ്റ്റം വളരെ ബോറിംഗ് ആണെങ്കിൽ, വളരെ ബോറിംഗ് ആണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പണമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പലരും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യാതെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടേം ട്രേഡേഴ്സും ചെയ്യുന്നത്
നല്ല ത്രില്ല് കിട്ടാൻ വേണ്ടിയാണ്. ആ ത്രില്ല് കിട്ടാൻ ഒരുപാട് പേര് വന്ന് അവർക്ക് ഈ RSIയെ കുറിച്ചൊന്നും അറിയില്ല. അറിയുമെങ്കിൽ തന്നെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല. അവർ എന്ത് ചെയ്യും, പല സ്ഥലത്തും മാർക്കറ്റിൻ്റെ പല സ്ഥലത്തും ബൈ സെല്ല് RSI 60 മുകളിലാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്ക് നല്ല മൊമെൻറ്റത്തിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് അറിയാത്തവരും ഉണ്ടാകും. ഈ ഷോർട്ട് ടൈം പീരീഡിൽ വരുന്ന ആരും ഒരിക്കലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല. അവർ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ ട്രേഡ്സ് എടുക്കാനാണ് ശ്രമിക്കുക. അവർക്ക് ഈ 60 മുകളിൽ പോയാൽ ഇത് വാങ്ങണമോ സെല്ല് ചെയ്യണമോ എന്നൊന്നും അറിയില്ല. അവർ പഠിച്ചിട്ടുണ്ടാകും 60 മുകളിൽ ഓവർ ബോട്ട് സോണാണ്, അതിന് താഴേക്ക് വരാനാണ് സാധ്യതയെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവർ വിൽക്കും, ചിലവർ വാങ്ങും. ഒരു ഒത്തൊരുമ ഉണ്ടാകില്ല. എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ ഇതുവരെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് പല രീതിയിൽ റാൻഡം ഓർഡേഴ്സ്, റാൻഡം ബൈ, റാൻഡം സെല്ലൊക്കെ വരുമ്പോൾ, ഇത് ചെറിയ ചെറിയ ടൈം പീരീഡിൽ വരുമ്പോൾ ഇത് വർക്ക് ചെയ്യൽ വളരെ കുറവാണ്. അത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സമ്മതിച്ച് തരാം. പക്ഷെ ലോങ് ടൈമിൽ വീക്ക്ലി ചാർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ RSI നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് RSIയെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അടുത്തൊരു എന്ന് പറയുന്നത് സപ്പോർട്ട് നോക്കാൻ വേണ്ടി നമ്മൾ 20 പീരീഡ് സിമ്പിൾ മൂവിങ് ആവറേജ് 20 സിമ്പിൾ മൂവിങ് ആവറേജും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച്, ഈ 3 കാര്യങ്ങൾ മതി നിങ്ങൾക്ക് 20% റിട്ടേൺ ഉണ്ടാക്കാൻ. 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, നിങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഈ കാര്യം മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റിംഗ് അഡ്വൈസ് അല്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടേണ്ടതാണ്. ഞാൻ എൻ്റെ സ്റ്റഡീസ് മാത്രമാണ് പറയുന്നത്. RSI 60 മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യും. 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം പ്രൈസ്. ഓക്കെ, നിങ്ങൾ 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ താഴെ പ്രൈസ് വന്നാൽ എക്സിറ്റും ചെയ്യും. ഇതാണ് സ്ട്രാറ്റജി. വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിനുപയോഗിക്കുന്ന സ്റ്റോക്കും നല്ല രീതിയിലുള്ള സ്റ്റോക്കായിരിക്കണം. എല്ലാ സ്റ്റോക്കുകളിലും പോയി നിങ്ങൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടില്ല. ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഈ പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക, കാരണം ഈ വീക്ക്ലി ചാർട്ടാണ് ഉപയോഗിക്കേണ്ടത്. RSI 14 RSI ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ മൂവിങ് ആവറേജ് 20 ആണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ചാർട്ടിൽ വിശദമായി കാണിച്ചു തരും. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്താണെന്ന് അറിയുന്നവർ ബ്ലൂ ചിപ്പിലുള്ള എല്ലാ സ്റ്റോക്കും ഉപയോഗിക്കാം. അറിയാത്തവർ ഈ സ്റ്റോക്സ് ഉപയോഗിച്ചാൽ മതി. ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, HDFC ബാങ്ക്, TCS, ഇൻഫോസിസ്, ഡിവിസ് ലാബ്, പേജ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാടുണ്ട്. ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഏതാണെന്ന് നെറ്റിൽ അടിച്ചാൽ കിട്ടുന്ന സ്റ്റോക്കുകളെല്ലാം ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഞാൻ നെറ്റിൽ അടിച്ച് നോക്കിയപ്പോൾ യെസ് ബാങ്ക് ഒക്കെ കണ്ടു. അതൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഏതാണെന്ന് അറിയാത്തവർ ഈ സ്റ്റോക്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്കിനി ചാർട്ടിൽ പോയി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് ഏഷ്യൻ പെയിൻ്റ് ആണ്. ഓൾറെഡി ഏഷ്യൻ പെയിൻ്റ് എടുത്തു. നിങ്ങൾ അതിനുശേഷം വീക്ക്ലി ക്യാൻഡിൽസ് ആക്കി മാറ്റുക. RSI 60 and 40 എടുക്കുക. സാധാരണ 70 and 30 ആണ് എടുക്കുക, പക്ഷെ നമ്മൾ എടുക്കുന്നത് 60 and 30 ആണ്. അവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. അവിടെയാണ് നമ്മൾ 20% റിട്ടേൺ എല്ലാ വർഷവും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ ബൈ ചെയ്യണം. എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്? RSI 60 ക്രോസ് ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങൾ നോക്കുക, RSI 60 ക്രോസ് ചെയ്ത് ഇവിടെ. അപ്പോൾ RSI അവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഈ ക്രോസ് എയർ നോക്കുക, അവിടെയുള്ള ക്യാൻഡിൽ ഏതാണ്? ഇതാണ് അവിടെയുള്ള ക്യാൻഡിൽ. ഈ ആഴ്ച നമ്മൾ ട്രേഡ് എടുക്കില്ല. ഓക്കെ,
ഈ ആഴ്ച നമ്മൾ ട്രേഡ് എടുക്കില്ല. അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് ഇത് ഇവിടെ എത്രയാണോ പ്രൈസ് 949 950 നമുക്ക് വിചാരിക്കാം. 950 രൂപയിൽ നമ്മൾ വാങ്ങും. 950 രൂപയിൽ വാങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക? സ്റ്റോപ്പ് ലോസ് വെക്കുക വാങ്ങിയ സമയം 20 പീരീഡ് മൂവിങ് ആവറേജ് എവിടെയാണോ ഇവിടെയല്ലേ ഇതിൻ്റെ തൊട്ടടിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എത്രയാണ് സ്റ്റോപ്പ് ലോസ് പോയിന്റ്? നമുക്ക് എത്രയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്? 78 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. 78 രൂപ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10,000 രൂപയാണ് റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ 10,000/78 അത്രയും ഷെയർ നമ്മൾ ഇവിടെ വാങ്ങും. എക്സിറ്റ് എപ്പോഴാണ് ചെയ്യുക? എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ 20 പീരീഡ് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ എക്സിറ്റ് ചെയ്യും. അതായത് 1102 രൂപയിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അടുത്ത തവണ നമ്മൾ എവിടെയാണ് എൻ്റർ ചെയ്യുക? അടുത്ത തവണ 60 ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് 60 ക്രോസ് ചെയ്തത്. അടുത്ത ക്യാൻഡിലിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, അതുപോലെ ഒരു വർഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചില സമയം നഷ്ടം വരാം. പക്ഷെ നഷ്ടം വരുമ്പോൾ 10,000 രൂപയിൽ നിങ്ങൾ എത്ര രൂപയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ 1%. 10 ലക്ഷം രൂപയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ 10,000 രൂപയുടെ മുകളിൽ നഷ്ടമുണ്ടാകരുത്. ലാഭം ഇൻഫിനിറ്റ് ആണ്. ലാഭം 20 പീരീഡ് മൂവിങ് ആവറേജ് എപ്പോൾ ക്രോസ് ചെയ്യുന്നോ അപ്പോൾ മാത്രമേ ഉള്ളൂ. 20 ക്രോസ് ചെയ്യുമ്പോൾ മാത്രമുള്ളൂ. അത് ഒരുപാട് മുകളിലെത്തി ചെയ്യാം. കാരണം ഇനി വരാനുള്ളത് ബുള്ളിഷ് മാർക്കറ്റാണ്. ബുള്ളിഷ് മാർക്കറ്റിലാണ് ഉള്ളത്. മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് 20% മുകളിൽ ലാഭം കിട്ടാൻ സാധ്യത ഉള്ള ഒരു സിസ്റ്റമാണിത്. നമുക്കിവിടെ എത്രയാണ് ലാഭം കിട്ടിയതെന്ന് നോക്കാം. നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലം ഇവിടെയാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെയായിരുന്നു. പ്രോഫിറ്റ് ഇവിടെയും. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആയിരുന്നു. 1:2 കുറവാണ് യഥാർത്ഥത്തിൽ. 1:2 മുകളിൽ 1:5 വരെ കിട്ടും. പിന്നെ എത്ര ടൈമാണ് നിങ്ങളിത് ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എപ്പോഴാണ് 20 പീരീഡ് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അത് ചിലപ്പോൾ 3 മാസമായിരിക്കാം, 4 മാസമായിരിക്കാം, 1 വർഷമായിരിക്കാം, 1 വർഷത്തിന് മുകളിലായിരിക്കാം. അതുവരെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. കാരണം ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എന്തിനാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കിയാൽ മാത്രം പോരെ. ഇതാണ് സിസ്റ്റം. നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിളാണെന്ന്. ഒരിക്കലുമല്ല. ഇത് തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും പെയ്ഡ് കോഴ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ വളരെ വിശദമായി വിശദീകരിച്ചിട്ടൊന്നുമില്ല. ഒരു ചെറിയ രീതിയിലുള്ള വിശദീകരണമേ വിശദീകരിച്ചിട്ടു. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തവണ വീഡിയോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. കാൻഡിൽ സ്റ്റിക്കിൻ്റെ 3ാമത്തെ വീഡിയോ തീർച്ചയായും നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തരണമെന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം ഡിലേ എന്നേ ഉള്ളൂ. ആ വീഡിയോ അടുത്തതായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ബൈ.